ആ കൊമ്പങ്കാട് കോയ ഓ സ്ഥാനാർത്ഥികളൊക്കെ ഞാൻ അറിഞ്ഞു. പണിയൊക്കെ ഞാൻ തരൂല തരൂല. എണീറ്റ് പോണായിരുന്നു. പൊതുപണിയിലാണോ നെഗ്മനെ കാണിച്ചു കിടക്കുന്നത്? എനിക്ക് പോകാനില്ലടോ പറഞ്ഞു. ഹലോ, നിങ്ങളെവിടെയാ? ഞാനിതാ വയലിന്റെ അടുത്ത്. വയലിൽ പോയി കിടക്കാൻ നിങ്ങൾ എന്താ പോത്താന്നോ? മര്യാദ വീട്ടിലേക്ക് വരാനാ. കൈ മേനക്കാണ് ഓളോട് ലേശ തിന്നാ തരുമോന്ന് ചോദിച്ചേ. ഓള് തരുന്നില്ല. ഓള് മാത്രം ചൊറുക്കും തടിയൊക്കെ കൂടി ഇങ്ങനെയൊക്കെ നടക്കുക. അത് മേലാൽ തൗസറുട്ടി ഏരിയ കണ്ടുപോരുത്. ഇതേ സ്വാമിയുടെ വണ്ടി വരുന്നു. പറഞ്ഞ് ഞാൻ ഇവളെയാണോ കെട്ടിയ അല്ലെ ഇവളെ എന്നെയാണോ കെട്ടിയേ? കല്യാണം കഴിഞ്ഞ് 18ാമത്തെ ദിവസം തുടങ്ങിയത് എന്റെ ഞാൻ ഓർഡർ ചെയ്തല്ലേ. മമ്മാക്കാണെങ്കിൽ മമ്മ ഓർഡർ ചെയ്തോട്ടെ. അനുഗ്രഹം വാങ്ങിച്ചോളൂ. സ്വാമിക്ക് തിരുവനന്തപുരത്തിന് എത്താനുള്ളതാ. സ്വാമിക്ക് സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള വരം കൊടുക്കാനുള്ളതാ. പെട്ടെന്നാവട്ടെ. കഷ്ടപ്പാട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തുടങ്ങും ഏടിയുള്ളു. ഇന്ന് രണ്ടിൽ അറിഞ്ഞിട്ട് തന്നെ കാര്യം. അടിച്ചോളെ കണ്ണി ഞാൻ പൊട്ടിക്കും. കൊണ്ട് നടക്കേ തവളെ ഇക്കുറി പോ. സ്വാമി ആ വരവത്ര ശരിയല്ലോ. അടിപോലെ നിൽക്കുന്നത് അംശാണല്ലോ സ്ഥാനാർത്ഥി. കേക്കുണ്ട് ഓ വോട്ട് ചോദിച്ചാൻ പേരുന്നവർക്ക് എന്തോ ഒരു പൊതി കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണ് വോട്ടോ. സോറി, ഗിയർ മാറിപ്പോയി സ്വാമി. മാറിപ്പോയി. ചായ ഉണ്ടായിക്കൊണ്ടാ. ഇവിടെ കടുപ്പം കൂട്ടി മധുരം കുറച്ച് ചായ. മനസ്സിലല്ലേ ഇതെങ്ങനെ വെള്ളി വെള്ളിട്ട് നടന്നാ പട്ടച്ച് കൊന്നിട്ട് ഓലക്കാണ് ചൂടും പകർത്തിട്ടല്ല. അങ്ങനത്തെ ഒരു വോട്ട് വേണ്ട. വാർത്ത വാപ്പുട്ടിയല്ലേ പോണ്ട്. स्वामी, मैं केरला में मुख्यमंत्री आने वाला हूँ. आशीर्वाद करो, अनुग्रह करो. നീ ജയിച്ചടാ. നീ അറിഞ്ഞില്ലേ ബോംബെ നമ്മളെ സ്ഥാനാർത്ഥി. ഈ ന്യൂസ് ഞാൻ ആകെ പരത്തും, എല്ലായിടത്തും പരത്തും. वरम करो स्वामी, अनुग्रह करो. ജയിച്ചു. അവസാനം അത് സംഭവിച്ചു. ഇനി ഞാനൊരു വിലസ് മോനെ ഇത്തിരി കോലം കൊടുക്കും. എല്ലാവർക്കും ഒരു കെട്ട് കൊടുക്കണ്ടോ? എന്നാ പിടിച്ചോ. പേടിച്ചണ്ട ബോംബെ വാർത്ത ഒക്കെ അറിയിച്ചു. ഫുള്ളെന്ന് പറഞ്ഞാൽ 4 ഉണ്ടാവും, 4 പീസ്. ഹാഫ് എന്ന് പറഞ്ഞാൽ 2 പീസ്. എന്നാ ഒരു ഫുള്ള് എടുത്തോ? ഫുള്ള് മതി. കണ്ടതൊക്കെ ഇപ്പൊ നീ അങ്ങോട്ട് കൊടുത്ത് തീർക്കണം. ഈ ബുദ്ധി എന്താ നമുക്ക് ആദ്യം തോന്നാൻ? നോക്കിയോളൂ. നിക്കണു. അച്ഛനോ? അച്ഛനല്ല, ആ പുണ്യേട്ടം. സ്ഥാനാർത്ഥിന്റെ വരവുണ്ടോ ബോംബെ? അപ്പുണ്യേട്ടാ ചോറ് ചോറ് വേണ്ട, ചോറ് അവിടെ കിട്ടും. ശരി. അല്ല ആരാ? നമ്മളെ ചിഹ്നം ആട്. നമുക്ക് കുത്തിയാ നോമിനെന്താ ഗുണം? നിങ്ങൾ ആരോഗ്യം ഞാൻ നിലനിർത്തും. നേരോ എന്നാ എന്റെ ആരോഗ്യത്തിനുള്ള ഒരു വോട്ട്. അഡ്മിറ്റ് ആശാന. ആരുടെ ആശാന? എന്റെ. അത് ശരി. എന്തിന്റെ ആശാന? തനിക്ക് ഇപ്രാവശ്യത്തെ ഇലക്ഷന് സ്ഥാനാർത്ഥി നിൽക്കുന്നത് നമ്മളെ ദോസ്ത് ബോംബെ ഹംസ. എല്ലാത്തിന്റെ ആശാന. കഥകളി അറിയാം, കൂടിയാട്ടം അറിയാം, ഓട്ടം തുള്ളൽ അറിയാം. എന്തിനാ ആശാന അഡ്മിറ്റ്? എന്ത് ചായ അടിയില്ലേ? കടുപ്പോ ഇല്ല, മധുരോ ഇല്ല. ചിഹ്നം ആട്. ചിന്നാടല്ല, ചിഹ്നം ആട്. സുഖല്ല, നെഞ്ചുവേദനയായിട്ടേ. പിന്നെ വയറിനും അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെ അധികം ദിവസമായോ? പണ്ടാരും ഇല്ല. മാടേ ചോടി എന്തെങ്കിലും ചെയ്ത പക്ഷെ വോട്ട് അംസക്ക് കുത്തണം. നമ്മൾ ഇനി പോണത് കൊമ്പങ്കാട്ടിക്കാണ്. ഇവിടെ ആരുല്ലേ? ഈ ലിഫ്റ്റിക്ക് ഇടുന്നോടത്തുനിന്ന് എനിക്ക് ധാരാളം ഇന്നലെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുള്ളൂ. അതേ 1000 കോഴിക്ക് അര കാടയെന്നാണ്. കാട ഇവിടുത്തെ സ്പെഷ്യലാണ്. എനിക്കറിയാം, ഞാൻ കണ്ടത് ആശാനോട്
ഓ സംഗതി സക്സസ്. ഇത് ഞാൻ ഇത്രയും ചിഹ്നം മറക്കണ്ട, ആടാണ്. അതൊക്കെ ഞാൻ അറിഞ്ഞിക്കണു അംസേ. ഓടിക്കാ തുത്തുമാത്താക്കൊരു പൊതി. പറഞ്ഞിട്ട് ആശാനും കൂടി മേടിച്ചോണ്ട് വന്നിട്ട് വന്നാ. അല്ല കല്യാണം ഞാൻ അതൊന്ന് കഴിക്കട്ടെ. കാലം ഞാൻ പേടിച്ചത്. ഇതാ വേറെ ചായ. അത് നമ്മളിപ്പോ വോട്ട് ചോദിച്ചവർക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ വാട്സപ്പിൽ റീപ്ലൈ തരാത്തേ. നിനക്കെന്താടി ഇവിടെ പണി? രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ മൊബൈൽ നോക്കി ഇരിക്കലല്ലേ? കണ്ടടി അംസ അത് കൊടുന്നാ നിക്കണേ. രാവിലെ അംസേ ഇതിനും വേണ്ടി ഞാൻ ഇവിടെ ഇരക്കേനി. ആ പെട്ടിയില് താക്കത്തിന്റെ ആട്ടിലേന്നു. ഇനി അതിവിടെ നടക്കുകയില്ല. ഞാനാണ് ഇവിടുത്തെ രാജാവ്. നീ വെറും അടിമ. ഞാൻ പറയും. ഞാൻ വിചാരിച്ചെന്താ പൈസന്റെ കെട്ടാണെന്നേ. പൈസ കൊടുത്തിട്ട് ഒരു കുത്തേക്കെ വെച്ചോളൂ അംസക്ക് വോട്ട് ചെയ്യണ്ട. നാട്ടില് വികസനം ഉണ്ടോ ഇല്ലേ എന്നുള്ള അംസക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആരോഗ്യം കേട്ട് ഒരു അടിമയെ പോലെ എന്റെ കാലിന്റെ ചുവട്ട് കടന്നോളാം. അതിലപ്പുറം ഒരു വാർത്താൻ ഇവിടെ ഇല്ല. ജനതയാണ് അംസന്റെ ലക്ഷ്യം. തുത്തുമാത്ത അംസക്ക് വോട്ട് വെച്ചോ. ഔക്കുറു കൂടണ്ടെങ്കിൽ എന്റെ വോട്ട് അംസക്കല്ല. അപ്പൊ ബോംബെ ഇതിന്റെ ഉള്ളില് ആട്ടിലേക്ക് മനസ്സിലായോ? ചൂടണ്ടടി. നമ്മളെ നാട്ടിലേക്ക് ആട്ടും കൂടും കോഴിക്കൂടും അല്ല കൊടുക്കണ്ട. ആടിനെ തിന്ന് ആരോഗ്യ കൊടുക്കണ്ടേ. അന്ന ബാക്കിയുള്ള പെട്ടികൾ മൊത്തം ഞാൻ തിന്നു. മുഷ്കില്ലേ ചങ്കളെ. ഈ വീട്ടിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ. അതെന്തായാലും നിങ്ങളല്ല, ഈ ഞാനാണ്.